ഹലോ എല്ലാവർക്കും ഹായ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയകളിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു സീക്രട്ട് ഏജന്റ് മാർക്കോ എന്ന മൂവി കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായ അതിനുശേഷം പറഞ്ഞ റിവ്യൂവിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സീക്രട്ട് ഏജന്റ് ഈ സിനിമ കണ്ടിട്ട് ഉണ്ണിമോഹനത്തിനുള്ള വ്യക്തിപരമായ വിരോധം കാരണം മനഃപൂർവ്വം നെഗറ്റീവ് അടിച്ചതായിട്ടാണ് സോഷ്യൽ മീഡിയകളിൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്ത് സീക്രട്ട് ഏജന്റും ഉണ്ണിമോഹനും ഉണ്ടായ ഇഷ്യൂ. അപ്പോൾ അതിനുശേഷം ഏത് സിനിമ ഉണ്ണിമോഹൻ തന്നെ വന്നാലും എന്ത് നെഗറ്റീവ് പറഞ്ഞാൽ അതിനെ ചൊല്ലി മാത്രമാണെന്നാണ് ഉറപ്പായിട്ടും എല്ലാവരും വിചാരിക്കുന്നത്. ഈ സിനിമ ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ ഈ റിവ്യൂവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ റിവ്യൂവിൽ ഞാൻ എൻ്റെ അഭിപ്രായം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ടായിരുന്നു ഈ സിനിമ കാണാൻ പോയിരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം അല്ലായിരുന്നു അവനക്കുണ്ടായത്. അവന് ഈ സിനിമ ഇമോഷണൽ വർക്കായി ഉണ്ടായിരുന്നില്ല. ഉണ്ണിമോഹൻ്റെ പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരുന്നു. അതിൽ ഇമോഷണൽ സീനും അത് ഒഴിച്ചിട്ട് ബാക്കി പിന്നെ അവനക്കൊരു ഇമോഷണലായ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ സിനിമക്ക് കിട്ടിയില്ല. അവൻ്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയാണ് ഉണ്ണിമോഹൻ ഈ സീക്രട്ട് ഏജന്റ് റിവ്യൂ ഞാൻ കേൾക്കാൻ പോണത്. അവൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് സീക്രട്ട് ഏജന്റ് ചാനലും എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ ഉണ്ണിമോഹനോടുള്ള വ്യക്തിപരമായുള്ള ഒരു വിരോധം കൊണ്ടല്ല സീക്രട്ട് ഏജന്റ് ഈ സിനിമ മൊത്തത്തിൽ തരം താത്തണ പോലെ സംസാരിച്ചിട്ടില്ല. കാരണം ഉണ്ണിമോഹൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും പിന്നെ സിനിമ ഒരു വയലൻസിൻ മൂഡാണെന്നൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ അതിലൊരു ഇമോഷണൽ ഒരു സംഗതി കിട്ടണില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉണ്ണിമോഹൻ്റെ ഒരു ഇമോഷണൽ ഒരു സീനും ഒന്നും വർക്കാവണില്ല. അതൊഴിച്ച് ബാക്കി സിനിമക്ക് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ണിമോഹൻ്റെ സിനിമ ആയതുകൊണ്ടും അതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സീക്രട്ട് ഏജന്റ് എല്ലാവരും കൂടി എയറിൽ വിട്ടത്. പിന്നെ സീക്രട്ട് ഏജന്റ് പറഞ്ഞാൽ ഒരു മൂവി റിവ്യൂർ മാത്രമല്ല, അയാളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാ സോഷ്യൽ റെലവൻ്റ് ആയ എല്ലാ സംഗതികളെ കുറിച്ച് അയാൾ സംസാരിക്കുന്ന ഒരു ചാനലാണ് സീക്രട്ട് ഏജന്റിന്റെ. അതുകൊണ്ട് സീക്രട്ട് ഏജന്റ് ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും, എനിക്കായാലും ഇപ്പോൾ നിങ്ങൾക്കായാലും എൻ്റെ വേറെ ഒപ്പീനിയൻ ആയിരിക്കും. സിനിമ കണ്ടാൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ആവണമെന്നില്ല. അപ്പം അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞത് എല്ലാവരുടെ മനസ്സിലേക്ക് ഒരുപോലെ അത് ഉൾക്കൊള്ളുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ടച്ചിങ് ആയ ഒരു മൂവി മറ്റുള്ളവൻ്റെ ഉള്ളിലേക്ക് അത് കയറില്ലെങ്കിൽ അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഒരു കാര്യമില്ല. അതെന്താ അവനക്ക് അങ്ങനെ തോന്നാഞ്ഞത്? അപ്പം എൻ്റെ ഒരു അഭിപ്രായം അല്ലല്ലോ അവനക്ക്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് രണ്ടാൾക്കും രണ്ട് അഭിപ്രായം ആയിരിക്കും, ഒരുപോലെ കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് സീക്രട്ട് ഏജന്റിനെ പൊക്കി വെക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ഗുണത്തിനോ വേണ്ടിയിട്ടല്ല. ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും സിനിമ കാണുന്നത് പൈസ കൊടുത്തിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു നിർബന്ധമില്ല. എല്ലാവർക്കും ഡിഫറെന്റ് അഭിപ്രായങ്ങളായിരിക്കും. സിനിമ പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവരും മനസ്സിലേക്ക് ഒരുപോലെ അത് വരണമെന്നില്ല. ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിലായിട്ടും ഒക്കെ എല്ലാവർക്കും കണക്ട് ആവുന്നത് ഡിഫറെന്റ് വേലായിരിക്കും. പിന്നെ സീക്രട്ട് ഏജന്റ് ഈ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞു, ഉണ്ണിമോഹൻ തന്നെ വ്യക്തിപരമായിട്ട് അത് നെഗറ്റീവ് പറയാൻ വേണ്ടി റിവ്യൂ ഇട്ടു, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് സിനിമ കണ്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അത് എത്തുമ്പോൾ അത് വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് പ്രചരിപ്പിക്കും. അതാണല്ലോ നടക്കല്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ അയാളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. വേറെ രീതിയിൽ മോശമായിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബൈ.